ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ കല്യാണി രൂപയോട് പറയണം, അമ്മയുടെ തെറ്റിദ്ധാരണ മാറ്റിയതുപോലെ അച്ഛനെയും അമ്മയും ഞാൻ ഒന്നിപ്പിക്കും. ഇത് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്കാണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ രൂപയാണെങ്കിൽ കല്യാണിയെ ചേർത്ത് പിടിക്കുന്നു. പിന്നീട് രാഹുൽ ഗുണ്ടയെ കാണുന്നു. ഗുണ്ടയോട് ചോദിക്കുകയാണ്, സേനനെ കൊല്ലാൻ നീ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്. ഗുണ്ടയപ്പോൾ പറയണം, സേനൻ്റെ അടുത്തുള്ള പള്ളിയിലാണെങ്കിൽ ഒരുപാട് ഹെൽപ്പ് അയാൾ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഘോഷയാത്ര ചിലപ്പോൾ സേനൻ്റെ വീട്ടിലും വരുമെന്നാണ് തോന്നുന്നത്. അടുത്ത പെരുന്നാളിൻ്റെ ബഹളത്തിൽ സേനനെ കത്തി കൊണ്ട് കുത്തുമെന്ന് പറയുന്നു. രാഹുൽ അപ്പോൾ പറയുന്നുണ്ട്, കിരണൊക്കെയുണ്ട്, സൂക്ഷിച്ചോണമെന്നൊക്കെ. ഗുണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് പറയുന്നു. രാഹുൽ പറയുന്നുണ്ട്, അവനെ തീർത്തതിന് ശേഷം അടുത്തത് വേറൊരാളെയാണ്, അവനെയും തീർക്കണമെന്ന് പറഞ്ഞിട്ട് രാഹുൽ വണ്ടിയിലേക്ക് കയറുന്നു. വണ്ടിയിൽ വെച്ച് മനസ്സിൽ വിചാരിക്കുകയാണ്, അടുത്തത് മനോഹരനെയാണ് തീർക്കേണ്ടതെന്ന്. മൂന്നാറിൽ പോയി അവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മൂന്നാർ മുരുകൻ എന്നാണ് പറയുന്നത്. അവൻ പേര് പോലും കള്ളമാണ് പറഞ്ഞത്. എന്തായാലും അവനെ കൊന്നുകളയണമെന്നൊക്കെ രാഹുൽ തീരുമാനിക്കുകയാണ്. പിന്നീട് രാഹുൽ സേനൻ്റെ ബർത്ത്ഡേ ആഘോഷമൊക്കെ മൊബൈലിൽ കാണുന്നു. കണ്ടതിന് ശേഷം ഷാരിയോടും സരയുനോടും പറയണം, സേനനെ ഇന്ന് രാത്രി തീർക്കുമെന്ന്. അടുത്ത വർഷം അയാളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനുണ്ടാകില്ല, അയാളുടെ ഡെത്ത് ആനിവേഴ്സറി ആയിരിക്കും ആഘോഷിക്കുക എന്നൊക്കെ പറയുന്നു. സേനനെ തീർത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഒരു പ്രശ്നമേ അല്ല. ഇന്ന് രാത്രി ഉറപ്പായിട്ടും അവൻ്റെ വീട് മരണ വീടാകും, അവൻ മരിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു. രാഹുൽ പറയുന്നത് കേട്ടിട്ട് ഷാരിക്കും സരയുനും ഒരുപാട് സന്തോഷമാകുന്നു. രാഹുൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം രൂപ അറിയുന്നുണ്ട്. രൂപ ആ റെക്കോർഡിംഗ് കേട്ടിട്ട് ഞെട്ടിപ്പോകുന്നു. രൂപയാണെങ്കിൽ സങ്കടത്തിലാകുകയാണ്. രൂപ വിചാരിക്കുന്നു, എങ്ങനെയാണെങ്കിലും എൻ്റെ ചന്ദ്രേട്ടനെ രക്ഷിച്ചേ പറ്റൂ, എനിക്ക് എൻ്റെ ചന്ദ്രേട്ടൻ്റെ കൂടെ ഇനിയും ജീവിക്കണം. രൂപ സേനൻ്റെ മരണം തടയാനായി കാർ എടുത്തിറങ്ങുന്നു. ഘോഷയാത്രയിൽ ഗുണ്ട വരുന്നതും ഗുണ്ടയാണെങ്കിൽ സേനനെ കുത്തുന്നതുമൊക്കെ ആയിട്ട് രൂപ വിചാരിക്കുകയാണ്. അങ്ങനെയൊന്നും ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഉടനെ തന്നെ കല്യാണിയെ ഫോൺ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു. ചന്ദ്രേട്ടൻ്റെ ജീവൻ അപകടത്തിലാണ്, പള്ളിയിലുള്ള ഘോഷയാത്രയിൽ കൊല്ലാനുള്ള ഗുണ്ട വരുമെന്നൊക്കെ പറയുന്നു. എൻ്റെ ആങ്ങളെ വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ കേട്ടാണെന്നൊക്കെ പറയുന്നു. കല്യാണി അപ്പോൾ പറയുന്നുണ്ട്, അമ്മ പേടിക്കേണ്ട, ഞാൻ നോക്കിക്കോളാമെന്ന്. രൂപയാണെങ്കിൽ കാറിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, എല്ലാ ദൈവങ്ങളോടും ചന്ദ്രേട്ടനെ സൂക്ഷിച്ചു കൊള്ളണേ എന്ന്. പിന്നീട് കിരണും കല്യാണിയും സേനനും ബൈജുവും എല്ലാം ഘോഷയാത്രയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സമയത്ത് ബൈജു ചോദിക്കുന്നുണ്ട്, നമുക്ക് പടക്കം പൊട്ടിച്ചാലോ എന്ന്. കിരൺ പറയുന്നു, അതൊന്നും വേണ്ട, പുകയൊക്കെ കൂടിയാൽ പിന്നെ ആൾക്കാരെ ഒന്നും തിരിച്ചറിയില്ല എന്ന് പറയുന്നു. കിരണും കല്യാണിയും ഒരുപാട് ജാഗ്രതയോടെ സേനന്റെ ചുറ്റും നിൽക്കുന്നു. പള്ളിയിൽ നിന്നും ഘോഷയാത്ര വരുന്നു. ഘോഷയാത്രയുടെ കൂട്ടത്തിൽ ഗുണ്ടയും മെഴുകുതിരി വിളക്കുമായിട്ട് വരുന്നുണ്ട്. കല്യാണിയാണെങ്കിൽ ആ ഗുണ്ടയെ തിരിച്ചറിഞ്ഞിട്ട് കിരണിനോട് പറയുന്നുണ്ട്. കിരണും അയാളെ ശ്രദ്ധിക്കുന്നു. ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ഗുണ്ട കത്തിയുമായിട്ട് സേനനെ കുത്താൻ ചെല്ലുന്നുണ്ട്. കിരൺ അത് തടയുന്നു. കിരണും ബൈജു എല്ലാവരും ചേർന്ന് ഗുണ്ടയെ അറ്റാക്ക് ചെയ്യുന്നു. ഗുണ്ട അപ്പോഴേക്കും മതിൽ ചാടി വെളിയിലേക്ക് പോകുന്നു. അവിടെ നടക്കുന്നതെല്ലാം കണ്ടു പേടിച്ചിട്ടാണെങ്കിൽ സേനനെ ചേർത്ത് പിടിച്ച് സോണിയും പാറുവും കരയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്